ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. യൂറിക് ആസിഡിന്റെ ലെവൽ വളരെ കൂടുതലാണ്. എന്നാൽ ജോയിന്റ് പെയിൻ ഇല്ല. മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഡോക്ടർ അമലു ജോയ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്യൂരിൻ വിഘടിച്ചുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. ഇത് നമ്മുടെ വൃക്കകൾ മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന ഒരു പദാർത്ഥമാണ്. എന്താണ് യൂറിക് ആസിഡ് നമ്മുടെ ജോയിന്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കാരണം? രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെ ഹൈപ്പർ യൂറീസീമിയ എന്ന് പറയുന്നു. എന്നാൽ എല്ലാ ഹൈപ്പർ യൂറീസീമിയയും ഗൗട്ട് ഉണ്ടാക്കണമെന്നില്ല. യൂറിക് ആസിഡ് ക്രിസ്റ്റലായി ജോയിന്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ അല്ലെങ്കിൽ ആർത്രൈറ്റിസിനെ ഗൗട്ടി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഗൗട്ടി അറ്റാക്ക് എന്ന് പറയുന്നു. ഇത് വളരെ വേദനയുള്ള ഒരു കണ്ടീഷനാണ്. ഈ സമയത്ത് ജോയിന്റിൽ ചൂട് അനുഭവപ്പെടാനും നീരുണ്ടാകാനും സാധ്യതയുണ്ട്. ലാബ് ടെസ്റ്റ് ചെയ്തു. യൂറിക് ആസിഡിന്റെ അളവ് രക്തത്തിൽ കൂടുതലാണ്, എന്നാൽ ജോയിന്റ് പെയിൻ ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മെഡിക്കേഷൻസ് കഴിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? യൂറിക് ആസിഡിന്റെ അളവ് ബ്ലഡിൽ കൂടുന്നത് ജോയിന്റ് പെയിനോ ഗൗട്ടി അറ്റാക്കോ അല്ലാതെ യൂറിക് ആസിഡ് സ്റ്റോൺസ് കിഡ്നിയിൽ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇതിന്റെ അളവ് ക്രമാതീതമായി ബ്ലഡിൽ കൂടുന്നത് നല്ലതല്ല. ഈ സമയത്ത് മെഡിക്കേഷൻസ് എടുക്കുകയോ ഡയറ്റ് കൺട്രോൾ ചെയ്യുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് ജോയിന്റ് പെയിൻ ഇപ്പോഴും ഉണ്ട്, എന്നാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിക് ആസിഡിന്റെ അളവ് വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾ യൂറിക് ആസിഡ് കുറയാനുള്ള മെഡിക്കേഷൻ കഴിക്കേണ്ടതുണ്ടോ? രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കുറഞ്ഞാലും ജോയിന്റിൽ ഡെപ്പോസിറ്റായ ക്രിസ്റ്റൽസ് അവിടെ നിന്നും പോകണമെന്നില്ല. ഈ ക്രിസ്റ്റൽസ് ജോയിന്റിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് പോകാനായിട്ട് നിങ്ങൾക്ക് ലോങ് ടേം, അതായത് കുറേ കാലത്തേക്കുള്ള യൂറിക് ആസിഡിന്റെ കൺട്രോൾ ആവശ്യമാണ്. ഇതൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മെഡിക്കേഷനായിട്ടോ ഡയറ്റ് കൺട്രോൾ ആയിട്ടോ നിങ്ങൾക്ക് തുടരാം. എന്താണ് യൂറിക് ആസിഡ് ജോയിന്റിൽ ഡെപ്പോസിറ്റ് ചെയ്താലുള്ള പ്രശ്നം? ഒരു ജോയിന്റിൽ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ ജോയിന്റിൽ നീർക്കെട്ടുണ്ടാക്കുകയും അതുവഴി ജോയിന്റിന് ആർത്രൈറ്റിസ് ഉണ്ടാകാനും കാരണമാകും. ഇത് നമ്മുടെ കാലിലെ ജോയിന്റിനെ മാത്രമല്ല കൈയിലെ ജോയിന്റിനെ, കാൽമുട്ടുകളെ എല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഗൗട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയെല്ലാം അതിൻ്റെ ഡയറ്റ് പ്ലാൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നത്. എല്ലാവരും അടുത്ത വീഡിയോ കാണാൻ ഓർക്കുമല്ലോ. താങ്ക് യു.